റഫേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ആയുധങ്ങൾ തടഞ്ഞു വയ്ക്കുമെന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ അന്ത്യശാസനത്തിന് ശേഷം റഫേൽ നിന്ന് ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ ശക്തമായെന്ന് റിപ്പോർട്ടുകൾ. ശനിയാഴ്ച കൂടുതൽ റോക്കറ്റുകൾ ഹമാസ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടു. ബൈഡന്റെ നിലപാട് ഹമാസിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു എന്നതാണ് വിലയിരുത്തലുകൾ. ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേൽ നഗരമായ കിരിത് ഷ്മോനിയയിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ഡിസംബറിന് ശേഷം ആദ്യമായി കഴിഞ്ഞ ദിവസം തെക്കൻ ഇസ്രയേലി നഗരമായ മൽസേബയിലേക്ക് ഹമാസ് റഫേൽ നിന്ന് റോക്കറ്റുകൾ വിക്ഷേപിച്ചു. കഴിഞ്ഞ ദിവസം ഗസ മുനമ്പിൽ 4 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. യുഎസും ഈ മേഖലയിലെ ഏറ്റവും വിശ്വസ്തരും ഉറച്ച സഖ്യകക്ഷികളുമായ ഇസ്രയേലും തമ്മിലുള്ള പിരിമുറുക്കം തിരിച്ചറിഞ്ഞ ഇസ്രയേലിന്റെ ശത്രുക്കളെ ഇസ്രയേലിനെ കൂടുതൽ ആക്രമിക്കാനും മനുഷ്യ കവചങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അവരുടെ തന്ത്രങ്ങൾ തുടരാനും ഇത് ധൈര്യപ്പെടുത്തുന്നു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പ്രവർത്തനങ്ങൾ പരിഗണിക്കാതെ US അന്തിമമായി സ്വയം പ്രതിരോധിക്കുന്ന ഇസ്രയേലിനെ ശിക്ഷിക്കുമെന്നും അവർ മനസ്സിലാക്കുന്നു. ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസിയിലെ സീനിയർ ഹെലോയായ ജോനാഥൻ കോൺട്രിക്സ് ആണ് ഇപ്രകാരം പറഞ്ഞത്. ലെബനനിലും ഗാസ മുനമ്പിലും കൊബാറ്റ് കമാൻഡറായി 24 വർഷം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൽ പ്രവർത്തിച്ചയാളാണ് അദ്ദേഹം. ഈ അമേരിക്കൻ പ്രസ്താവനകൾ ഇസ്രയേലിന്റെ ശത്രുക്കളെ ധൈര്യപ്പെടുത്തുന്നതിനാൽ ഹ്രസ്വകാലത്തേക്ക് കൂടുതൽ അക്രമത്തിനും പോരാട്ടത്തിനും ഇടയാക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ അവർ മറ്റൊരു അമേരിക്കൻ മിഡിൽ ഈസ്റ്റേൺ സഖ്യകക്ഷിയെ US സ്വാധീന മേഖലയിൽ നിന്ന് അകറ്റുകയും ചെയ്യും എന്നും കോൺട്രിക്സ് കൂട്ടിച്ചേർത്തു. ഹമാസ് ഇപ്പോൾ റഫേൽ നിന്ന് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ തെക്കൻ നഗരമായ ബെൽസേബിയയിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിടുന്നു. എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്യാതിരിക്കണം? അവർക്ക് തിരിച്ചടി കിട്ടുമെന്ന ഭയമില്ല. ബൈഡൻ ഹമാസിനെ ധൈര്യവാന്മാരാക്കി. ട്രംപ് ഭരണകാലത്ത് ഇസ്രയേലിലെ അമേരിക്കയുടെ അംബാസഡറായിരുന്ന ഡേവിഡ് ഫ്രിഡ്മാൻ എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ. തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഇസ്രയേൽ ഗാസയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ച് US രംഗത്തെത്തിയിരുന്നു. തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഇസ്രയേൽ ഗാസയിൽ പലപ്പോഴായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ബൈഡൻ സർക്കാർ തന്നെയാണ് പുറത്തുവിട്ടിരുന്നത്. ഗാസയിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്ന സമയത്തും ഇസ്രയേൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കൻ അന്താരാഷ്ട്ര നിയമം ലംഘിക്കില്ലെന്ന ഉറപ്പ് ഇസ്രയേൽ പാലിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഫെബ്രുവരി ആദ്യവാരം US അന്വേഷണം ആരംഭിച്ചിരുന്നതാണ്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഇസ്രയേൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക രാജ്യത്തിന് നൽകുന്ന സൈനിക സഹായം നിർത്തിവെക്കണം എന്നതാണ് നിയമം. എന്നാൽ അത് നടക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണമേറെ പ്രതീക്ഷകളോടെ UN-ഉം മറ്റു രാജ്യങ്ങളും കാത്തിരുന്ന ഈ റിപ്പോർട്ട് ഈ ആഴ്ച ആദ്യം തന്നെ കോൺഗ്രസിനും കൈമാറേണ്ടതായിരുന്നു. പക്ഷേ അമേരിക്കൻ ഭരണകൂടം അതിന് തയ്യാറായിരുന്നില്ല. പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ നടത്തിയ വിവിധ ആക്രമണങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര ചാരിറ്റി സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ അംഗങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണവും വടക്കൻ ഗാസയിൽ ഐറിസിൽ സൈന്യം നടത്തിയ ഫ്ലോർ കൂട്ടക്കൊലയും മറ്റ് ചാരിറ്റി സംഘടനകൾക്ക് നേരെയുള്ള ആക്രമണവുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങൾക്കെല്ലാം ഉപയോഗിച്ചത് US നൽകിയ ആയുധങ്ങളാണോ എന്നത് വ്യക്തതയില്ലെന്നതാണ് ബൈഡൻ പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ. ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇസ്രയേൽ ഇതുവരെ തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നും അമേരിക്ക പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.